ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫ്ലാഷ് ഗെയിമിംഗ്. അപ്പം ഞാൻ ഇന്ന് എൻ്റെ കൂട്ടുകാരനൊക്കെ ഒരു ന്യൂ പ്രാങ്ക് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഓപ്പോസിറ്റുള്ള എനിമീസ് നമുക്ക് ടീമപ്പ് ആയിട്ടുണ്ട്. അതിലൊരു റെഡ് ജേഴ്സിട്ട ദർബാർ എന്ന് പറഞ്ഞൊരു പ്ലെയർ അത്യാവശ്യം നല്ലോണം ടീമപ്പ് ആയിട്ടുണ്ട്. അവനാണ് ഒട്ടും അടിക്കാത്തത്. പിന്നെ ഈ ഓപ്പോസിറ്റ് ആണുള്ള ലെമിലോൺ എന്ന് പറഞ്ഞ ആണ് നമ്മുടെ ടീംമേറ്റ്സിനെ എല്ലാവരും അടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ടീമിലും ഈ ഒരു HTT അങ്ങനത്തെ ഒരു ബായി ഉണ്ട്. ആ ബായിയാണ് ആ ഓപ്പോസിറ്റുള്ള പ്ലേയേഴ്സിനൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ച് തേർഡ് റൗണ്ടിലും അമ്മ ടീമപ്പ് ആവണമെങ്കിൽ ആവട്ടെ എന്ന്. ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ടീമപ്പ് ആവുമെന്ന് അറിയില്ല. ആയി അല്ല ഗൈസ്, ഇവനാണ് മറ്റവനാണ് ലെമിനോ. ഇവൻ എല്ലാത്തിനെയും പിടിച്ചടിക്കും. നമ്മുടെ ടീമേറ്റ് ബായി നല്ലോണം നോക്കിടുന്നുണ്ട്. എന്താവെന്ന് അറിയില്ല. ഒരു കില്ലിപ്പം തന്നെ എടുത്ത്. ഓ ഗൈസ്, ഇവിടെ നമ്മളെ ബായി നല്ല അടി അടിക്കുന്നുണ്ട്. ഇവനിപ്പോ ചാവും. പക്ഷെ മറ്റേ ലെമിലോൺ അടിക്കൂടെ ഇവൻ. ഗൈസ് അടിച്ച്. ഇവൻ ഭയങ്കര ഒരു പൊട്ട പ്ലെയറാണ്. ഇവൻ നാണില്ലാത്തവനാണ് ഗൈസ്. ഞങ്ങൾ ഒരുപാട് ടീമപ്പായിട്ട് പകുതി കിട്ടി ഇവൻ ഞങ്ങൾ അടിക്കും. ഇതേ ഗൈസ്, അപ്പോൾ 4th റൗണ്ടായി. ഈ റൗണ്ടിൽ ഞാൻ ഡബിൾ എടുത്തിട്ടുണ്ട് ലെമിലോണിൽ അടിക്കാൻ വേണ്ടി. അവനെൻ്റെ കൈ കിട്ടിയാൽ ഞാൻ അടിച്ച് വിടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഓപ്പോസിറ്റുള്ള നമ്മൾ അടിച്ചുകൊണ്ടിരിക്കണ ആ പ്ലെയറിനെ അടിക്കണമെന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോയുടെ ഫുൾ വീഡിയോ കാണാം. പിന്നെ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേ കഴിച്ചു. അപ്പോൾ ലെമിലോൺ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അവൻ അടിക്കണം. ഇങ്ങനെ 150 ഉണ്ട്, 121 ഉണ്ട്. അവൻ നോക്കായി. അവനെ നോക്കിയിട്ട് അവനെ എലിമിനേറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് വേറെ ഇതൊന്നുമില്ല. അവൻ എന്തായാലും വേറെ ആരും നമ്മൾ അടിക്കൂല. ഈ പ്ലെയറൊക്കെ വെറുതെ അടിച്ച് കാണിക്കും, ബട്ട് കൊള്ളൂല. ഈ ഗ്ലൂ വാളിൻ്റെ ഉള്ളിലുള്ളവനാണ് നല്ലോണം ടീമപ്പായത്. അവൻ ഫസ്റ്റ് തന്നെ കിടിലായിട്ട് ടീമപ്പായി. പിന്നെ ഈ പ്ലെയറും ഇവർ രണ്ടുപേരും കിടിലായിട്ടാണ് ടീമപ്പായത്. മറ്റേവർ രണ്ടുപേരും അത്ര അങ്ങോട്ട് ഇതായില്ല. ലെമിലോൺ ഭയങ്കര അടിക്കും നമ്മളാ. പക്ഷെ ലെമിലോണിൽ അടിക്കാന്ന് വിചാരിച്ചാൽ ഈസി ആയിട്ട് അവനെ അടിച്ചു തീർക്കാം. പക്ഷെ അവൻ അടിക്കാത്തത് അവൻ്റെ